ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ 97-ാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും അത് വായിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകത്തെ പൊരുൾ തിരിച്ച് ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം തന്നെ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ വ്യക്തവും തൃപ്തികരവുമായ മറുപടി നൽകി കഴിഞ്ഞു. ഇന്നത്തെ സെഷനിലും മാന്യ കത്രിദാസൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാനായിട്ടുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം റോമാലേഖനം 11-ാം അധ്യായം 26-27 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഇസ്രായേൽ മുഴുവനും എന്നതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്, അതോ ആ എത്നിക് ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? യെസ്, അവിടെ പറഞ്ഞിരിക്കുന്നത് എത്നിക് ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലിനെ പറ്റിയാണ്. ഓക്കെ. കാരണം അത് സന്ദർഭം നോക്കണം, ഏത് സന്ദർഭത്തിലാണ് ഇത് നടക്കേണ്ടതെന്നുള്ളത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാഹളധ്വനിയിൽ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ യഹൂദന്മാരും അതിനകത്ത് വരും. രക്ഷിതാവായി സ്വീകരിക്കാതെ മശിഹായോട് എതിർത്ത് നിൽക്കുന്ന ആരും വരത്തില്ല. ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പം ഇവനെങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. മര്യാദ പഠിപ്പിക്കണ്ടായോ? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആത്മാവ് രക്ഷപ്പെടേണ്ടത് ശരീരത്തെ ജഡത്തെ സംഹാരത്തിൽ സാത്താനെ ഏൽപ്പിക്കുന്നു പറഞ്ഞ മാതിരി ഇവനെ സാവധാനം ഏൽപ്പിക്കും. അതാണ് 7 വർഷത്തെ മഹോപദ്രവം. അതിൽ ആദ്യത്തെ 3.5 വർഷം അവർ വഞ്ചിക്കപ്പെടും. അടുത്ത 3.5 വർഷം ശിക്ഷിക്കപ്പെടും. അടിയെന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും യഹൂദ ജാതിക്ക് നേരിടേണ്ടി വരും. ഇന്ന് ഇത്രയും യുദ്ധങ്ങളും പ്രോബ്ലം ഉണ്ടായിട്ട് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നില്ലല്ലോ. അവരുടെ ചരിത്രം പഠിച്ചാൽ യേശു ക്രിസ്തു മശിഹായാണ്, താനാണ് ദൈവം. മശിഹായെ സ്വീകരിക്കുക അല്ലാതെ നമുക്കൊരു മാർഗമില്ല എന്ന് അവരുടെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു തന്നെ എത്ര പ്രാവശ്യം അവരുടെ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഞാൻ നേരത്തെ അവിടെ ഉണ്ടായ റീസെന്റ് ഏറ്റവും നല്ല പ്രവാചകന്മാര്, റാബായിമാര്, മിഖായുള്ള റാബായി ഇസ്ഹാഖ് കദൂരിയെ പറ്റി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഇസ്ഹാഖ് കദൂരി എഴുതി വെച്ചു. ബേത്ലഹേമിൽ ജനിച്ച് നസറേത്ത് വളർന്ന് യെരുശലേമിൽ അവസാനിച്ച നസറേന യേശു നമ്മുടെ മശിഹായിട്ട് ഇന്നും ജീവിക്കുന്നു. മശിഹ രാജാവായി വരുന്നതിന് മുൻപ് ഈ മശിഹ ഏറ്റുപറഞ്ഞ് സഭയുടെ അംഗമായി തീരണമെന്ന് പറഞ്ഞു. ഇനി അവരോട് പറയാൻ ബാക്കിയില്ല. അതുപോലെ സുവിശേഷ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റെടുക്കുന്നതെല്ലാം കുറെ സാധുക്കളാണ്, പ്രായമായ അപ്പച്ചനും അമ്മച്ചുമാരും. ഇനി ഒന്നും ചെയ്യാനില്ല. മക്കളെല്ലാം ഓരോ പണിക്ക് എവിടെയെങ്കിലും പോയിരിക്കുകയാണ്. ഇതിങ്ങൾ ചുമ്മാതിരിക്കുകയാണ്. നല്ല പെൻഷനും ഒക്കെ ഉണ്ട്. വലിയൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണല്ലോ, നല്ല പെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുങ്ങളെ കുളിപ്പിക്കാനും നനയ്ക്കാനും കഞ്ഞി വെച്ച് കൊടുക്കാനും കേരളത്തിൽ നിന്ന് ഓരോ നേഴ്സിന്, അല്ലെ ഫിലിപ്പീൻസിന് ഒരു നേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവളുകാർക്ക് താമസിക്കാണ്ട് കൊച്ചു മുറിയും പണി കൊടുത്തിട്ടുണ്ട്, അടുക്കളയും കൂടെ. അപ്പം അവർക്ക് വേണ്ടി സപ്പോർട്ടെല്ലാം കൊടുക്കും, നല്ല ശമ്പളം കൊടുക്കും.
അവയ്ക്കിരിക്കുക. ഈ കുരുമോട് മലയാളി പെൺപിള്ളേരും പെന്തക്കോസുകാരായുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വരത്തില്ല, ഹീബ്രു അറിയത്തില്ല. ഇവരോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ യഹൂദർ അപ്പച്ചനമ്മച്ചിയും മലയാളം പഠിക്കല്ലാതെ എന്നാലും അറിയാവുന്ന പൊട്ട ഇംഗ്ലീഷും പൊട്ട ഹീബ്രു ഒക്കെ വെച്ച് ഇവരെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞ് കുറേ ചേർച്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ട് ഓൾ ഓവർ ഇസ്രായേൽ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ കൂടിയവരൊക്കെ ആയിട്ടുണ്ട്. അവരുടെ ഇടയിൽ പാസ്റ്റർമായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്നവരാരുമില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ അവർക്ക് ചെയ്ത് കൊടുത്തു. ദ ജൂവിഷ് മഷിയ ഈസ് എ സേവിയർ ഓഫ് ദ വേൾഡ് എന്ന്. യഹൂദന്റെ മഷിയ ലോകരക്ഷിതാവാണ്. ഇത് വീഡിയോ കണ്ടിട്ട് അവരുടെ ഒരു കിബൂട്ട്സിൽ നിന്നുള്ള ചർച്ച് നയിക്കുന്ന ഒരു അമ്മച്ചി എന്നെ വിളിച്ചു. What are you doing in England? You are our pastor. Come and serve us here as our pastor. നീ അവിടെ എന്ത് കൊടുക്കുക? നീ ഞങ്ങളുടെ പാസ്റ്റർ, നീ ഇങ്ങി വരാം, ഞങ്ങളുടെ പാസ്റ്ററായിട്ട്. സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ എൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ് കാരണം എനിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഇംഗ്ലണ്ട് വിട്ട് വേറെ അടുത്ത് പോയി എനിക്ക് താമസിക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് താമസിക്കാൻ ഒക്കത്തില്ല. എൻ്റെ ആയുസിൻ്റെ ആയുകാലത്തായിരുന്നെങ്കിൽ അടുത്ത ടിക്കറ്റ് എടുക്കുക, നേരെ അങ്ങ് പോവുക. അപ്പം അവിടെ ശുശ്രൂഷ ഞാൻ പറഞ്ഞ പാസ്റ്റർമാരില്ല വചനം അറിയാമെന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് ലോവർ ലെവലിൽ കുറേ ആളുകൾ ഇങ്ങനെ വചനം ബൈബിൾ മേടിച്ച് വായിക്കുക. ഭയങ്കര വിറ്റഴിക്കുക. ന്യൂ ടെസ്റ്റ്മെന്റ് അവിടെ ടെസ്റ്റ്മെന്റ് അതിഭയങ്കരമായിട്ട് വിറ്റഴിക്കുക. എത്ര കോപ്പി അടിച്ചാലും ഉടൻ തീരുമെന്ന് പറയുന്നത്. എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവിടെ. എന്നാൽ ആ പാവങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എവരി ജീവ് ഈ കാര്യം കേൾക്കേണ്ടവർക്ക് യേശു രക്ഷ ക്രിസ്ത്യാനിറ്റി we don't have any time for it. We don't have any time for it. രാവിലെ എഴുന്നേൽക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, തോട്ടത്തിൽ പോയി കൃഷി ചെയ്യണം, വെട്ടി വരണം, ചാപ്പ അടിക്കണം, ഭാഗ്യം തൂക്കി അടുത്ത ജോലിക്കാട് പോവുകയാണ്. തിരിച്ചു വന്ന് കുടുംബമായിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യുന്നു. ഈസ് ബിസി മാൻ. അവർക്ക് ആർക്കും ഇത് കേൾക്കാൻ സമയമില്ല. സിനഗോഗുകളിൽ പോകുന്ന മറ്റേ അവരുടെ ആരാധനയല്ലയോ? അവിടെ ഇതില്ലല്ലോ, സുവിശേഷം ഇല്ലല്ലോ, ക്രിസ്തു ഇല്ലല്ലോ, മശിഹ ഇല്ലല്ലോ. 3.5 വർഷം ദൈവം ഇത് മുഴുവൻ അങ്ങ് കട്ട് ചെയ്യും. എൻ്റെ ഭരണവും എൻ്റെ എംപ്ലോയ്മെന്റും എൻ്റെ അഗ്രികൾച്ചറും എന്നുള്ള സകലം ദൈവം കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേപ്പോട്ട് നോക്കുകയല്ല, വേറെ ഒരു മാർഗമില്ല. ആ നോക്കുന്ന സമയത്താണ് ഈ റെട്ടെടുത്ത 2 പേരും പിന്നെ മുദ്ര വെച്ച 144,000 ആൾക്കാരും സുവിശേഷം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ട് മുഴുവൻ യഹൂദനും മശിഹായെ അംഗീകരിക്കും. ഒരു യഹൂദനല്ല, ഈ പാവങ്ങളല്ല, മുഴുവൻ പേര് മശിഹായെ അംഗീകരിക്കും. അവര് പൂർണ്ണമായി രക്ഷിക്കപ്പെടും. ഇസ്രായേൽ പൂർണ്ണമായി രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. എങ്ങനെ? ഇവർ കർത്താവിനെ ഇങ്ങനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം സിയോനിൽ നിന്ന് കർത്താവ് വരും, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വരും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ അത് വിടുവിക്കുന്നവൻ സിയോനിൽ വരും, അവൻ യാക്കോബിന്റെ നഗരത്തിൽ നീക്കിക്കളയെന്ന് പറയുന്നത് അന്ന് നടക്കേണ്ട സംഭവമാണ്. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ എടുക്കപ്പെട്ടു കഴിഞ്ഞു. മഹോബദിനം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടിയുള്ളതാ. അവനെ അടി കൊടുത്ത് മര്യാദ പഠിപ്പിക്കാനുള്ളതാണ്. അടി കൊണ്ടവൻ മര്യാദ പഠിക്കും. എല്ലാവരും രക്ഷിക്കപ്പെടും. അവരെല്ലാവരും രക്ഷിക്കപ്പെടും. പിന്നെ അവരോട് ആരോടും ഒന്നും കർത്താവ് ആവശ്യപ്പെടുത്തില്ല. കർത്താവ് ആ പാട് ചെയ്യുന്നത് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അത് വേറൊരു കൂട്ടരെ പറ്റി പറഞ്ഞെങ്കിലും ഇവർക്കും അത് ഈക്വലി ആപ്ലിക്കബിൾ ആണ്.
That's what it's all about, right? Thank you very much, sir. You are welcome. നമ്മുടെ എപ്പിസോഡ് 73-ൽ ഉം. ശബത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ 6000 വർഷം എന്നൊരു കണക്ക് കാണുന്നു. അത് കഴിഞ്ഞ് 1000 ആണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവ് വളരെ ആസന്നമാണല്ലോ. ഈ വിശദീകരണത്തിന് ഒരു തെളിവ് വേദപുസ്തക അടിസ്ഥാനത്തിൽ തരാമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തെളിവ് തരാമെന്ന് ചോദിച്ചാൽ, ടു വാട്ട് എക്സ്റ്റെൻഡ് ഈ തെളിവ് ചോദിക്കുന്ന ആൾക്ക് ഈ കാര്യം അറിയാമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മുന്നേ ഇന്നതാ തെളിവെന്ന് പറഞ്ഞാൽ അത് തെളിവാണെന്ന് മനസ്സിലാക്കത്തക്കുള്ള എക്സ്റ്റെൻഡിൽ അവർ വളർന്നിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അത് വളർന്നിട്ടില്ല, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നത് നമ്മൾ ആളുകളെ ആക്ഷേപിക്കുകയാണ്. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ലോകത്തിൽ ആർക്കും അറിയത്തില്ല എന്നൊക്കെയുള്ള രീതി നമുക്ക് പബ്ലിക്കിനോട് ഇടപെടാൻ പറ്റത്തില്ല. നമുക്കതിനെ ഇങ്ങനെ എടുക്കാമേ. ആദമിക് വേൾഡ്, ആദാമിൽ നിന്ന് ഉള്ള മനുഷ്യരാശി, ആ മനുഷ്യരാശിക്ക് ഇന്ന് വരെ 6000 വർഷത്തെ ട്രേസബിൾ ഹിസ്റ്ററി ഉള്ളൂ. 6000 years ട്രേസബിൾ ഹിസ്റ്ററി ഉള്ളൂ. ആദാം മുതൽ കർത്താവ് വരെ 4000 വർഷം, പിന്നെ 2000 വർഷം, 6000 years ഉള്ളൂ. നമുക്കൊരു ട്രേസബിൾ ഹിസ്റ്ററി ഈ ഭാവനയുടെ കാറ്റ് കയറി കഴിഞ്ഞാൽ ലക്ഷം വർഷങ്ങൾക്ക് മാതാവിനെ സൃഷ്ടിച്ചെന്നൊക്കെ പറയാം, ബില്യനൊക്കെ ചുമ്മാ പറയാം. അതിനകത്ത് ഒരു കഥയില്ല. ദാറ്റ്സ് വൺ തിങ്. കാര്യം ബൈബിൾ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ ഹിസ്റ്ററി അങ്ങനെ നമുക്ക് തരുന്നുള്ളൂ. ബൈബിൾ ഹിസ്റ്ററി നമുക്ക് വേറെ എവിഡൻസ് തരുന്നത് ഹോൾ ബൈബിളിന്റെ കണ്ടന്റാണ് ഈ പറയുന്നത്. ഇനിയും അത് കഴിഞ്ഞാൽ 1000 വർഷം ഭൂമിയിൽ മശിഹായുടെ ഭരണമുണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ദാനിയേൽ 9-ാം അധ്യായത്തിൽ ദാനിയേലിന് ദൈവം ഒരു കണക്ക് കൊടുക്കുന്നുണ്ട്. ദാനിയേൽ 70 വീക്സ് എന്ന് പറയും. ദാനിയേലിന്റെ 70 ആഴ്ചവട്ടക്കാലം. ദാനിയേലിന്റെ 70 ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ റിയൽ കാൽക്കുലേഷന് പിന്നിലുള്ള റിയൽ ഫാക്ടർ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ദാനിയേലിന്റെ 70 വീക്സ് എന്ന് പറയുന്നത് പഠിപ്പിച്ചാൽ എന്തുമാത്രം ആൾക്കത് മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഐ ഹാവ് നോ ഐഡിയ. ഇനി ആരെങ്കിലും വന്നിട്ട് ദാനിയേൽ 70 വീക്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരോടുള്ള നമ്മുടെ ബഹുമാനവും ആദരവും കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാനിയേൽ 70 വീക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇനി ഇതിനകത്തൊരു പസിലുണ്ട്, പസിൽ എന്നൊരു പസിലുണ്ട്. ആ പസിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേലിന് ഈ അഭിഷക്തൻ ഛേദിക്കപ്പെടുന്ന അവിടം വരെ ഹിസ്റ്ററി അറിയത്തുള്ളൂ. അഭിഷക്തൻ ഛേദം കഴിഞ്ഞാൽ പിന്നെ ദാനിയേൽ പറയുന്നത് ആന്റൈ ക്രൈസ്റ്റിന്റെ 7 വർഷവും അതിനുശേഷമുള്ള കർത്താവിന്റെ വർഷവുമാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലമുണ്ടല്ലോ, മശിഹ ഛേദിക്കപ്പെടുന്നതും ആന്റൈ ക്രൈസ്റ്റ് വരുന്നതും, അതിൻ്റെ ഇടയ്ക്ക് എത്ര വർഷമുണ്ടെന്നുള്ളത് അറിയാവുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത കണക്കുകൂട്ടലിന് പുറകെ പോകരുത്. ഇതാണ് ദൈവം ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന കണക്ക്. ഏതാ? ദാനിയേൽ അത് നമുക്ക് തന്നിരിക്കുന്ന കണക്ക്. അത് നമുക്ക് എപ്പോഴും പറയാം.
പക്ഷേ ഇൻ ബിറ്റ്വീനുള്ള ഈ ബ്രാക്കറ്റ് പീരിയഡ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, ഗ്യാപ്പ് ഈ ബ്രാക്കറ്റ് പീരീഡിന്റെ ദൈർഘ്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിൾ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ബ്രാക്കറ്റ് പീരീഡ് ഇത്ര വർഷമായിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാൻ നമുക്ക് യാതൊരു സംഗതിയില്ല. അങ്ങനെ ഇന്ന വർഷം കർത്താവ് വരുമെന്ന് പ്രവചിച്ചിട്ടുള്ള ഗ്രേറ്റ് പീപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ കഥ കേട്ട് എൻ്റെ അമ്മ ചിരിച്ച് മണ്ണ് ഇപ്പം നമുക്കൊരു പക്ഷെങ്കിൽ നമുക്കിതിനകത്ത് പറയാവുന്നത് കുറച്ച് ഒത്തിരി പറയുന്നതിൻ്റെ കാരണം എക്സിസ്റ്റിംഗ് ചില കമ്മ്യൂണിറ്റീസിനെ അതിന് ഇൻസൾട്ടായിട്ട് തോന്നുന്നു. ഇപ്പം യഹോവ സാക്ഷികൾ അവർക്ക് വലിയ ഇൻസൾട്ടായിട്ട് തോന്നുന്നു. പിന്നെ അവരുടെ ഇപ്പോൾ ആൾക്കാർ നമ്മൾ ചോദിക്കുകയാണ് ഇന്ന യഹോവ സാക്ഷികൾ എന്താണ്, അവരുടെ ഉത്ഭവം എന്താ എന്നൊക്കെ പബ്ലിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്യും. അപ്പം ആർക്കെങ്കിലും ഇൻസൾട്ട് ആയെന്നുള്ള അവരുടെ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം അല്ല. അതർവൈസ് വി വോണ്ട് ആൻസർ ദാറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ചോദ്യം, മസിഹായെ കാത്തിരിക്കുന്ന യഹൂദന്മാർ സഭയുടെ ഉൾപ്രാവനത്തിന് മുമ്പ് മരിച്ചാൽ എവിടെ പോകും? ദ ജൂവിഷ് പീപ്പിൾ who are waiting for the Messiah, if they die before the rapture, where will they go? ഓക്കെ, അതൊരു ഭയങ്കര കുഴക്കുന്ന ചോദ്യമാണ്. ഞാൻ അതിനകത്ത് അതിൻ്റെ ആൻസർ പറയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഐ വിൽ നോട്ട് ഗീവ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദി ആൻസർ. എന്താണെന്നറിയാം, ഇന്നത്തെ ലോകത്തിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല, സ്ത്രീയോ പുരുഷനോ ഇല്ല. മുഴുവൻ ലോകത്തിലെ ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ കർത്താവിനെ അംഗീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഏവനും ശിക്ഷിക്കപ്പെടും. നീ ആരാണ്, എന്തുമാണ്, അബ്രഹാമിൻ്റെ സന്തതിയാണോ അല്ലെ അവൻ്റെ സന്തതിയാണോ, അബ്രഹാമിൻ്റെ ആരുമായിക്കോട്ടെ, ഇതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. തൻ്റെ പുത്രനെ അംഗീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ന്യായവിധി വന്നിരിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നു, വെളിച്ചം ദൈവപുത്രൻ. പക്ഷെ മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. അവർക്ക് ന്യായവിധി വരും. അവർ മസിഹായെ കാത്തിരിക്കുക. അപ്പോൾ ഓൾറെഡി വന്ന മസിഹായോ? നിനക്ക് ആ മസിഹായെ അംഗീകരിക്കാനുള്ള മനസ്സില്ല. കാരണം നീ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നുള്ള അഹങ്കാരവും, ആ മസിഹായോ രൂപഗുണവും കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനമാത്രമായി രോഗം ശീലിച്ചനുമായിരുന്നവൻ ആരും ആദരിക്കരുത് അല്ലേ? ആ മസിഹയിലേക്ക് ഇറങ്ങി വരണം നിനക്ക്. കാര്യം ആ മസിഹ നിന്നെ പോലെ അഹങ്കാരിയല്ല. നിന്റെ പ്രൈഡ്, അഹങ്കാരം ആ മസിഹയെ അംഗീകരിക്കുവാൻ നിന്നെ അനുവദിക്കുന്നില്ല. നീ നിന്റെ വലിയ സ്റ്റാറ്റസ് നോക്കിയിരിക്കുക. നീ മരിച്ചാൽ ഇപ്പം നീ മസിഹായാലും നോക്കിയിരിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ പോയി എന്ന് പറയാൻ എനിക്ക് ഒരു റൈറ്റും ഇല്ല. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാ. 2, നീ നരകത്തിൽ പോവും എന്ന് വിധിക്കാൻ ദൈവം എന്നോട് ഇപ്പം പറഞ്ഞിട്ടില്ല. ദൈവം പറയാത്ത കാര്യം കയറി ആൻസർ എന്ന് പറഞ്ഞ് പറയാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കിതിൻ്റെ ഉത്തരം അറിയത്തില്ല. അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യവും ഇതിനോട് സംബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മുദ്രയേറ്റ 1,44,000 പേർ എപ്പോഴും സുരക്ഷിതരാണ്. അവർ എതിർ ക്രിസ്തുവിനാൽ കൊല്ലപ്പെടുമോ? അവർ മുദ്രയേറ്റവരാകയാൽ മഹോപദ്ര കാലത്ത് ദൈവത്താൽ സുരക്ഷിതരെന്ന് മനസ്സിലാക്കുന്നു. ഇത് ശരിയാണ്? അത് ശരിയാണ്. കാര്യം തരുന്നല്ലോ, മുദ്രയിട്ടപ്പെട്ട 2 കൂട്ടരുണ്ട്. 144,000 എന്ന് പറയുന്ന 2 കൂട്ടമുണ്ട്. 2 സമയത്തായിട്ട് മുദ്രയേൽക്കുന്നവരുണ്ട്.
അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്കൊരു ഒരു 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 മിഷനുണ്ട്. അത് തീരുന്നത് വരെ ഇവർ സേഫ് ആയിരിക്കും. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം. സങ്കീർത്തനം 82 ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേവന്മാർ എന്നത് വീണുപോയ ദൂതന്മാരാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേവന്മാർ വീണുപോയ ദൂതന്മാരല്ല. കാരണം വീണുപോയ ദൂതന്മാരെ ദൈവം ഇപ്പോൾ ന്യായം വിധിക്കുന്നില്ല. അവരെ ന്യായം വിധിക്കേണ്ട ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്, അന്ന് അവരെ കൊണ്ട് ന്യായം വിധിക്കാൻ. ഇത് ദൈവത്തിന്റെ കൗൺസിലാണ്, നമ്മുടെ പാർലമെന്റ് പറയാൻ പോലെ. അവിടെ ദൈവം നിൽക്കുന്നു. ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ഇന്ന ചെയ്യണം, ഇങ്ങനെ ഇന്ന ചെയ്യണം എന്നുള്ള ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വേർഡിക്റ്റ് അവിടെ ദൈവം പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടിയോ? ഇപ്പം അവിടെ രണ്ടുപേരിരുന്ന്, ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ ലണ്ടനിൽ കൊണ്ടിരുന്ന് ദൈവവചനം ആൾക്കാർക്ക് പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം അവരുടെ ആ നല്ല ശുശ്രൂഷയാണ്, ഒരുപാട് ജനം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് സാത്താൻ അതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പല പ്രാവശ്യം എന്നോട് വന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ അതൊന്ന് തടസ്സപ്പെടുത്തിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോരുത്, അത് ദൈവമക്കൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതിനകത്ത് അവരെ നിങ്ങൾ സേഫ് ആക്കണം. അതിനൊരു സെക്ഷൻ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ഒരു പാവം ദൈവസഭ ഒരു വിഷയം പ്രാർത്ഥിക്കുന്നു. സഭ ആ വിഷയം പ്രാർത്ഥിച്ചതാ. സഭ ഒരു വിഷയം ഏറ്റെടുത്ത ദൈവത്തിന് പിന്നെ നടത്തി കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്നടത്ത് ഒരു ചെറിയ കൂട്ടം ദൈവമക്കളിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഇപ്പം ദിവസങ്ങൾ ഇത്രയായി, ആ വിഷയത്തിന് നീ പോയി മറുപടി കൊടുക്കണം, നീ അത് ചെയ്യണം എന്ന് വേറൊരാളോട് കൽപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ ദൂതന്മാർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിറ്റിയ പെറ്റീഷൻസ് ഉണ്ടല്ലോ. പെറ്റീഷൻസ് ഇല്ലേ? ആ പെറ്റീഷൻസിൽ ദൈവത്തിന്റെ വേർഡിക്റ്റ് ഉണ്ടാവണ്ടേ? ആ വേർഡിക്റ്റ് വിധി കൽപ്പിക്കുന്നു. കൽപ്പിച്ച് വിധി നടപ്പാക്കാൻ എന്ത് ചെയ്യുന്നു? ഒരു ദൂതനെ ഏൽപ്പിക്കുന്നു. നീ പോയി അല്ലേ ഇത് ചെയ്യണമെന്ന് പറയുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയും സുവാർത്ത ദൂതുകൾ, വലിയൊരു ഗണമാ സുവാർത്ത ദൂതുകൾ. സുവാർത്ത ഒരു ദൂതന്മാർ വലിയ ഗണമാ. അവരെന്താണ്? അവർക്ക് മിഷൻ കിട്ടിക്കഴിഞ്ഞു, അപ്പോഴേ പോവുക. അവിടെ ചെന്ന് മറുപടി കൊടുത്തു, കാര്യം സാധിപ്പിച്ചു, തിരിച്ചു ദൈവത്തോട് പറയും, യെസ് ദാറ്റ് ഹാസ് ബീൻ ഡൺ അല്ലേ? അതാണ് ദൈവത്തിന്റെ ദേവസഭയിൽ നടക്കുന്ന കാര്യം. ദൂതന്മാരുടെ ന്യായം വിധിക്കുന്നു പറയുമ്പം ഓരോ ദൂതനെ പിടിച്ച് അടി കൊടുക്കുന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. ദൂതന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം ഓരോ കാര്യങ്ങൾക്ക് ഉള്ള ദൈവത്തിന്റെ വേർഡിക്റ്റ്, വിധി പ്രസ്താവിക്കുക. ദൈവത്തിന്റെ വിധി പ്രസ്താവിക്കുക. അപ്പം അതവിടെ നടക്കുന്നത് കൊണ്ട് ആ കോർട്ടിന് അവധിയില്ല. ഭൂമിയിലെ കോടതിക്ക് അവധിയുണ്ട്. സമ്മർ ഹോളിഡേയ്സ് ഉണ്ട്, വിന്റർ ഹോളിഡേയ്സ് ഉണ്ട്, രാത്രിയുണ്ട്, സന്ധ്യയ്ക്കുണ്ട്. 5 മണിയാകുമ്പോൾ കോടതി അടയ്ക്കും, പിന്നെ പിറ്റേ ദിവസം കോടതി തുറക്കുന്നില്ല. ഇത് 24/7 വർക്ക് ചെയ്യുന്ന കോടതിയാണ്. എന്താ, നമ്മുടെ എന്ത് കാര്യം ചെന്നാലും അടഞ്ഞുപോയി കോടതി നാളെ എടുക്കാമെന്ന് അവിടുന്ന് പറയത്തില്ല. ആ കോടതിയിൽ അയ്യോ വക്കീൽ വന്നില്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് വേണ്ടി നമ്മുടെ മധ്യസ്ഥ കോടതിയിൽ ഫുൾ ടൈം ഉണ്ട്. നമുക്ക് അനുകൂലമായി വിധി പറയേണ്ട ഒരു ന്യായാധിപതിയായ ദൈവം. നമ്മളത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണ് അതിൻ്റെ ഒരു വിശദീകരണമുണ്ട്. സ്ഥൂലവും തീ കത്തുന്നതുമായ പർവ്വതം, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുത്തേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും
1000 ദൂതന്മാർ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയ ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ന്യായാധിപതിയായ ദൈവത്തിനും സിദ്ധന്മാരായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഇത് ഓരോന്നോരോന്ന് നമ്മളൊന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ട് ഓരോന്നോരോന്ന് പഠിക്കണം. ഇത്തരത്തിൻ്റെ ഒരു കൺഗ്ലാമറേഷൻ, I don't know whether people understand my broken English. അതിൻ്റെ ടോട്ടാലിറ്റി, അതാണ് ദൈവത്തിൻ്റെ കോടതി. എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന രക്തം അവിടെ ഉണ്ട്. എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു വക്കീൽ അവിടെ ഉണ്ട്. എനിക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയല്ല. എൻ്റെ കേസ് അവിടെ എടുക്കുന്ന സമയത്ത് എനിക്ക് മുമ്പായി ഭരിച്ച എല്ലാ വിശുദ്ധന്മാരുടെ സഭ അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ആ ദൈവിക കോടതി എന്ന് പറയുന്നത്. മൈ ഗുഡ്നസ് ഗോഡ്, വാട്ട് ഇറ്റ് ഈസ്. നമ്മുടെ എൻ്റെ ഈ കോഴിക്കോട്ട് തരത്തിലുള്ള ഈ തല കൊണ്ടൊന്ന് ആലോചിച്ചാൽ അതിനെപ്പറ്റി ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ എത്ര കൃമിയാണ്, ഒരു ലിറ്റിൽ വേം ആണ് നമുക്ക് മനസ്സിലാകുന്ന ദൈവത്തിൻ്റെ മാഗ്നിഫിഷൻസ് കാണുമ്പോഴാണ്. അവിടെ നമ്മളൊന്നുമല്ല, അവിടെ ഹിറ്റ്ലറും ഒന്നുമല്ല, മുസോളിനിയും ഒന്നുമല്ല, സ്റ്റാലിനും ഒന്നുമല്ല. എല്ലാം അവനോട് പറിച്ചുകൊണ്ടേ വരത്തുള്ളൂ. ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും സ്റ്റാലിനായാലും വിൻസ്റ്റൺ ചേർച്ചിലായാലും ലോകത്തെ കിടുകൾ ഉറപ്പിച്ച സകല എണ്ണവും പറിച്ചുകൊണ്ട് അവിടെ നിൽക്കത്തുള്ളൂ. അതാ കോടതി. അപ്പം അവിടെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യം, 24 hours 7 നടക്കുന്ന കാര്യത്തെ പറ്റി സങ്കീർത്തനക്കാരനൊരു ദർശനം കിട്ടി. ആ ദർശനം സങ്കീർത്തനക്കാരോട് എഴുതി വെച്ചേക്കും. അടുത്ത ചോദ്യം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗര്യം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. ചോദ്യകർത്താവിന്റെ ചോദ്യം, പുതിയ നിയമത്തിൽ ഇതുപോലെയുള്ള നേർച്ചകൾ ഉണ്ടോ? ഇത് കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ. ആരെ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ. അറിയില്ല. കഴിഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ ഒരാൾക്ക് കാപ്പി മേടിച്ചു കൊടുക്കാന്നില്ല. എന്റെ സ്നേഹിതനൊരു പാസ്റ്റർ ഷാജി മാത്യു ഉണ്ട്, സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഷാജി മാത്യു പാസ്റ്ററുടെ അനിയനാണ് ചോദിച്ചത്. ഇത് എനിക്കറിയാമോ? അപ്പോൾ ഇയാൾ നമ്മുടെ ആൻസർ കേട്ട് ഷാജി മാത്യു വിളിച്ചു, ഞാൻ 2:30 പോകണം, അപ്പോൾ അവസാനം എനിക്ക് കട്ട കാപ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ നിയമസഭയെ പറ്റി നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ചിനെ പറ്റി നമുക്കുള്ളത് മുഴുവനും തെറ്റിദ്ധാരണകളാണ്, റോങ് ഇൻഫർമേഷന്. കൂടുതൽ നമ്മുടെ ഇമാജിനേഷനെ കിടക്കുക, റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല കൂടുതലും. സോ വാട്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ പൗലോസ് എന്ന വ്യക്തിയും, പൗലോസ് തൻ്റെ പേഴ്സണൽ ഫിലോസഫി പറഞ്ഞു. യഹൂദനെ നേടേണ്ട ഞാൻ യഹൂദനെ പോലായി. ഞാൻ എന്നേ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞതാ. പരിച്ഛേദനക്കാരനെ നേടേണ്ട ഞാൻ പരിച്ഛേദനക്കാരനെ പോലായി. ജാതികൾക്ക് ജാതികളെ പോലായി. എങ്ങനെയെങ്കിലും ഒരാളെ നേടേണ്ട ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടതിന്
ഞാൻ സകലതും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. അപ്പോൾ യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമാണ് മുടി വളർത്തി നാസിവ്രതം എടുത്ത് 1 കൊല്ലമോ 2 കൊല്ലമൊക്കെ മുടി വെട്ടാതിരുന്നിട്ട് സിനഗോഗിലോ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിലോ മുടി വെട്ടാനായിട്ട് പോവുക, മുടി മുറിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ മുടി മുറിക്കണമെന്നതിന് അവിടെ കുറേ പൈസ കൊടുക്കണം, എൻ്റെ ചിലവ്. അപ്പോൾ പൈസ കൊടുത്തു. അപ്പോൾ തനിക്ക് സിനഗോഗിനകത്ത് കയറാൻ കഴിഞ്ഞു. സിനഗോഗിനകത്ത് കയറിയാൽ പ്രസംഗിക്കും, ഉറപ്പാ. പ്രസംഗിച്ചാൽ നമ്മുടെ പിതാക്കന്മാർ ക്രൂശിച്ച് കളഞ്ഞ യേശു, ആ നസറായ യേശു നമ്മുടെ രക്ഷിതാവാണെന്നുള്ള ഉറപ്പിച്ചങ്ങ് പറയും. അപ്പൊ ഇതിനകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള പുള്ളിയുടെ ഒരു ഉപായമാണ് ഈ നാസറുക എടുക്കുന്നുള്ളത്. മാത്രമല്ല യഹൂദന്മാരുടെ ഇടയിൽ ഞാൻ യഹൂദനാണ്, മുടി മറിച്ച് അവിടെ കൊണ്ടുവന്ന് ധാർച്ചൊക്കെ ചേർന്നില്ലയോ, അപ്പോൾ അവർ ഉപദ്രവിക്കത്തില്ല. അവൻ നമ്മ ആളാണ് എന്ന് പറയും, നമ്മ ആളാണെന്ന് പറയും. അവർക്ക് വേറെ കാര്യത്തിൽ ഇൻട്രസ്റ്റ്, അവരങ്ങ് പോകും ഉപദ്രവിക്കാതെ. അപ്പോൾ ഇങ്ങനെ ഈ യഹൂദന്മാരുടെ നുഴഞ്ഞു കയറി അവരുടെ ആളാന്ന് സ്ഥാപിച്ച് പ്രസംഗിച്ച ആളുകളെ നേടുന്നതിന് വേണ്ടിയുള്ള പൗലോസിന്റെ ഒരു ഇംഗ്ലീഷ് നമുക്ക് വെനീർ എന്ന് പറയും. വെനീർ എന്ന് പറഞ്ഞാൽ പൊയ്മുഖം എന്നാണ്. A face of pretension, counterfeit. So under the veneer of Judaism, he was entering into the Jewish synagogue to speak the gospel to them, or to get their goodwill that he was still a Jew. So that was a veneer. Yeah. Okay, sir. താങ്ക് യു വെരി മച്ച് സർ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ച് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. ചോദ്യം ഇതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കൽപ്പന അസ്ഥികളെ കുറിച്ചാണല്ലോ, അത് എന്തുകൊണ്ടാണ് ഹൈന്ദവരുടെ ഇടയിലുള്ള അസ്ഥി നിമജ്ഞനം എന്ന ചടങ്ങ് പോലെ ആണോ? ഒന്ന്, ഇത് അസ്ഥി നിമജ്ജനം എന്ന് പറയുന്ന ഹൈന്ദവരുടെ ചടങ്ങല്ലിത്. പിന്നെയോ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഒരു വലിയ ധാരണ ആ ജനറേഷനിൽ യഹൂദന്മാരുടെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വന്ന് കനാൽ നാട്ടിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോധം നഷ്ടപ്പെട്ടു പലതിന്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പം എവിടെ കിടക്കുന്നു അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന. അപ്പം അബ്രഹാം വാസ് സോ സീരിയസ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഒരു ഗുഹ തന്നെ മേടിച്ച് സാറായെ അടക്കം ചെയ്യുന്നത്. അവിടെ തന്നെ അബ്രഹാമിനെ അടക്കം ചെയ്തു. അവിടെ ഇസ്ഹാക്കിനും റിബേക്കയ്ക്ക് അവിടെ സ്ഥാനമുണ്ട്, യാക്കോവിനവിടെ സ്ഥാനമുണ്ട്. പക്ഷെ യാക്കോവ് വേറൊരു ഗുഹ മേടിച്ചു തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കണം ജോസഫിന്. പറഞ്ഞു, നിങ്ങൾ പോകുന്നുണ്ട് എൻ്റെ അസ്ഥികൾ കൊണ്ടുപോയി അവിടെ കൊണ്ട് കുറിച്ചിടണമെന്ന് പറഞ്ഞു. ദൈവത്തിന് യോസഫിന് എവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയത്തില്ലയോ? അത് എൻ്റെ ഇന്നത്തെ വിശ്വാസം. ഞാൻ മഹാരോഗിയായിട്ട് ലണ്ടനിലിരിക്കുക, ഇവിടുന്ന് മരിച്ചു പോയ ഇവിടെ എങ്ങാനും കുഴിച്ചിടണം, അത്രേ ഉള്ളൂ എനിക്ക്. എൻ്റെ ഭാര്യ പറഞ്ഞ് ഒക്കത്തില്ല. അച്ഛൻ നാട്ടിൽ വന്ന് നാട്ടിൽ വെച്ച് മരിച്ച് നാട്ടിൽ ഒരു കല്ലറയ്ക്കകത്ത് അടക്കിയിട്ട് അവിടെ വേണം എന്നെ അടക്കാൻ. ജീവനോടല്ല, പുള്ളിക്കാരി മരിച്ചു കഴിയുമ്പം. അപ്പം പുള്ളിക്കാരുടെ വിശ്വാസം അവിടെ പോയി നമ്മൾ അടക്കപ്പെട്ട് അവിടെ ഉയർത്തെഴുന്നേൽക്കണമെന്നാണ്. ഇപ്പൊ എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് തല്ലിക്കൊന്ന് കത്തിച്ച് കടലിൽ കളഞ്ഞു,
അതുകൊണ്ട് കർത്താവിന് വരെ ഞാൻ ഉയർത്തെഴുന്നേൽക്കത്തില്ലയോ? സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലേ? സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നാട്ട് ആ അറിവിലേക്ക് വളർന്നു വന്നു ദൈവസംബന്ധമായ വിഷയങ്ങൾ നമ്മൾ ആ അറിവ് പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ എവിടെ കിടന്ന് മരിക്കുന്ന നമ്മുടെ പ്രോബ്ലം അല്ല, എങ്ങനെ മരിക്കുന്ന പ്രോബ്ലം അല്ല, അടയ്ക്കോ അടക്കില്ലയോ എന്നുള്ളതും പ്രോബ്ലം അല്ല, ശവം അവരവിടെ വെച്ച് വെട്ടിമുറിച്ച് പിള്ളേരെ പഠിപ്പിക്കാനെടുത്തു, അതും പ്രോബ്ലം അല്ല, ഒന്നും പ്രോബ്ലം അല്ല. പക്ഷെ അന്ന് ആ റെവലേഷൻ ഉണ്ടായിട്ടില്ല. ഓരോ കാലഘട്ടങ്ങളിൽ ലഭിച്ച റെവലേഷൻ അനുസരിച്ചാണ് ആളുകൾ പ്രവർത്തിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ലഭിക്കാത്ത റെവലേഷൻ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. റെവലേഷൻസിന്റെ ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടമാണ്. നമുക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ റെവലേഷൻ കിട്ടിയിട്ടില്ല. They couldn't act accordingly. ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് വേണേലും പറയാമല്ലോ, അല്ലേ? അത് yes, of course. Okay, mom, that's all I can say about it. Yes, it's clear, sir. Thank you very much, sir. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നും തിരുവചന അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതതിന്റെ സമയത്ത് ബാബു സർ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. May God bless you. Thank you once again.